എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇഫ് യു കനോട്ട് ആസ്ക് ഡയറക്ട്ലി ആസ്ക് ഇൻഡയറക്ട്ലി. അതായത് നേരിട്ട് നമുക്കൊരു കാര്യം ചോദിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാർഗങ്ങളിലൂടെ അത് ചോദിക്കുക എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകാം. ഒരുപക്ഷെ പണമായിരിക്കാം, അല്ലെങ്കിൽ പ്രശസ്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് കിട്ടാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും പല ആളുകളുടെ ജീവിതം തകർക്കാനും ആ ഒരു കാരണം മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ഒരുപക്ഷെ നമുക്ക് ആരുടെയെങ്കിലും സഹായം വേണ്ടി വന്നേക്കാം. ആ സഹായം നമ്മൾ എത്രത്തോളം ചോദിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം വേണം എന്നുണ്ടെങ്കിൽ ആ ആളിനോട് ഞാനത് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും ആളുകൾ അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഞാൻ അയാളോട് ചോദിക്കുക, അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇനി അയാളത് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമാവില്ലേ, നീ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിഷമാവില്ലേ. ഒരു പക്ഷേ ഇതൊന്നും ചിലപ്പം സംഭവിച്ചെന്ന് വരില്ല. ഇതെല്ലാം നമ്മുടെ ഭാവനയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കഥകളായിരിക്കാം. അപ്പം അതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് വേണ്ടത്, അത് നമുക്ക് അർഹപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളുടെ സഹായം ചോദിക്കാവുന്നതാണ്. ഇനി നേരിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാർഗങ്ങളോട് ചോദിക്കാം. അതായത് ഉദാഹരണത്തിന് നമുക്കിപ്പം വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് സഹായം വേണം എന്ന് നമുക്ക് ചോദിക്കണം. പക്ഷെ അയാളെ നേരിട്ട് നമുക്ക് കാണാനോ സംസാരിക്കാനോ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ താഴെയുള്ള ആരെങ്കിലും ഒരാളെ കാണുക, അയാളെ പിടിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായിട്ടും കത്തെഴുതുകയോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയോ അങ്ങനെ എങ്ങനെയെങ്കിലും ആ സന്ദേശം അവിടെ എത്തിക്കുക, അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട പരിശ്രമമെങ്കിലും നമ്മൾ നടത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ചാണക്യൻ്റെ ജീവിതം തന്നെ വലിയൊരു ഉദാഹരണമാണ്. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ചാണക്യൻ ജീവിച്ചിരുന്ന സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തിയെ തോൽപ്പിക്കാനായിട്ട് ചാണക്യൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പല അന്നത്തെ രാജാക്കന്മാരെ സമീപിച്ചിരുന്നു. പക്ഷേ അലക്സാണ്ടർ എന്ന് പറയുന്ന അത്രയും വലിയ ചക്രവർത്തിയെ എതിർക്കാനായിട്ട് അവർക്ക് ഭയമുണ്ടായിരുന്നത് കൊണ്ട്, അതുകൊണ്ടും മാത്രമല്ല ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് അത്രത്തോളം വിശ്വാസമില്ലായിരുന്നു, അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ആ ചാണക്യൻ്റെ ആ ഒരു അപേക്ഷ നിരസിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അദ്ദേഹം അവിടെ നിർത്തിയില്ല. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ മന്ത്രിമാരെ ചെന്ന് കണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറഞ്ഞു. അത് അലക്സാണ്ടറിനെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അവരോട് സംസാരിച്ചു. അവർ അതിനുശേഷം അവരുടെ രാജാക്കന്മാരോട് സംസാരിച്ച് അങ്ങനെ ആ രാജാക്കന്മാരുടെ സഹായം നേടിയെടുക്കുകയും ചെയ്തു ചാണക്യൻ. അപ്പോൾ ചാണക്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേർമയായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടാവുന്നതാണ്. ഇനി അത് സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് നമ്മളത് ശ്രമിച്ചു എന്നുള്ളൊരു സമാധാനമെങ്കിലും നമുക്കുണ്ടാകും. അപ്പം നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നേരിട്ട് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ആണെങ്കിലും ഈ സഹായം തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാകട്ടെ, അതിനുള്ള മനസ്സുണ്ടാകട്ടെ. അതുവഴി നമുക്ക് പല പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ, സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.